നമസ്കാരം. ഇപ്പോൾ നാം കേൾക്കുന്ന ഒരു വാർത്ത PP ദിവ്യ തന്നെ അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ, അതായത് ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ പോലീസ്, ടൗൺ പോലീസ് നിരവധി ഓൺലൈൻ മാധ്യമങ്ങളെ പിടികൂടി, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് അവരുടെ പരാതിയിന്മേൽ നടപടി എടുത്തു എന്ന് മുഖ്യധാര മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. അപ്പോൾ നാം ഒരു ചോദ്യം ബഹുമാനപ്പെട്ട PP ദിവ്യയോട് ഈ കേരള സമൂഹം ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട PP ദിവ്യ, താങ്കൾ ഒരു വിളിക്കാത്ത സദസ്സിൽ ഒരു യാത്രയപ്പ് ചടങ്ങാണ്, അതിൽ താങ്കൾ റവന്യൂ ഉദ്യോഗസ്ഥയല്ല, താങ്കൾ അതിൽ പറയേണ്ട ഏതൊരു പ്രോട്ടോക്കോളും ഇല്ല, താങ്കൾ അതിൽ ക്ഷണിക്കേണ്ടവർ ക്ഷണിച്ചിട്ടുമില്ല, പിന്നെ എന്തിന് നിങ്ങൾ അവിടെ വന്നു? ആ വ്യക്തി അധിക്ഷേപം നടത്തി, അത് ചിത്രീകരിക്കാൻ ഒരു ചാനലുകാരനെ കൊണ്ടുവന്നു, ഒരു പ്രാദേശിക ചാനലുകാരനെ കൊണ്ടുവന്നു, എന്നിട്ട് അവനെ കൊണ്ട് അത് റെക്കോർഡ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം അറിയുന്ന ആൾക്കാരുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം തന്നെ അത് വീഡിയോ ആക്കി ചെയ്ത് വിട്ടു. അപ്പോൾ ആ വന്ന ചാനലുകാരനെ നിങ്ങൾ വിളിച്ചിട്ട് കൊണ്ടുവന്നതല്ലേ? അവൻ ഈ മനുഷ്യനെ അപകീർത്തിപ്പെടുത്തിയതിന് ഈ കണ്ണൂർ പോലീസ് SIT എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായിരുന്നല്ലോ, അവർ ഈ പറയുന്ന ആ ചാനലുകാരനെ അറസ്റ്റ് ചെയ്തോ? ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ SITയോട് ചോദിക്കാനുള്ള ചോദ്യം. എന്താ PP ദിവ്യയ്ക്ക് കൊമ്പുണ്ടോ ബഹുമാനപ്പെട്ട പോലീസെ എന്നാണ് ഈ സമൂഹം ചോദിക്കുന്നത്. ആ മനുഷ്യനെ അപകീർത്തിപ്പെടുത്തിയത് മോരെയല്ല, അതൊരു പ്ലാൻഡ് മർഡറിന്റെ ആദ്യ കണ്ണിയായ PP ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തിരിച്ച് അവരെ വരവേറ്റ് കൊണ്ടുവരുന്ന പോലീസിനെ, കണ്ണൂർ പോലീസിനെ നമ്മൾ കണ്ടതാണ്. അതിൽ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. ബഹുമാനപ്പെട്ട കണ്ണൂർ പോലീസിനോട് നമുക്ക് ഒന്നും പറയാനില്ല. നിങ്ങളുടെ ജീവനിൽ ഭയമാണ്, നിങ്ങൾക്ക് ജീവിക്കണ്ടേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ, അതിന് ഈ പറയുന്ന രാഷ്ട്രീയ യജമാനന്മാരുടെ മുന്നിൽ ഞങ്ങൾ PP ദിവ്യയെ ഒട്ടിയാണ് നിൽക്കുന്നത്, ഞങ്ങൾ അവരെ കൊണ്ടുവരികയാണ്, ഞങ്ങൾ അവരെ ഇരുത്തുകയാണ്, അവർ ഞങ്ങളുടെ കൂടെയുണ്ട്, അതൊക്കെ നിങ്ങളുടെ അന്നമാണെന്ന് കരുതുന്നു സാർ. പക്ഷേ ഈ പറയുന്ന സ്പീഡ് നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ ഈ PP ദിവ്യ എന്ന മഹതിയോടൊപ്പം അവിടെ വന്ന് അദ്ദേഹത്തിനെ തേജോവധം ചെയ്യുന്ന രംഗം വീഡിയോയിൽ പകർത്തിയവർക്കെതിരെ നിങ്ങളൊരു കുറ്റം ഇതുവരെ ചാർത്തിയില്ല? അത് നമ്മുടെ ഒരു ചോദ്യമാണ്, കേരള സമൂഹത്തിന്റെ ചോദ്യമാണ്. അവരുടെ ഓഫീസിൽ നിങ്ങൾ പോയി എന്നൊക്കെ വാർത്ത കേൾക്കുന്നു. നിരവധി പ്രാദേശിക ചാനലുകളിലേക്ക് ഇവർ ഇത് കൊടുത്തു. ആ മനുഷ്യൻ മരണപ്പെട്ടതിന്റെ അന്ന് രാത്രി തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമല്ല, കണ്ണൂര് പല പ്രാദേശിക ചാനലുകളും അത് വെച്ച് കൊടുത്തു. അവരവിടെ വന്ന് സംസാരിച്ച് തകർത്തിട്ടാണ് പോയത്. ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങിക്കിടക്കുന്നു എന്നൊക്കെ. ആയിക്കോട്ടെ, അവരുടെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി നാളെ ഒരു MLA സീറ്റൊക്കെ ഉണ്ടാക്കണ്ടേ? ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ ശിരസ വഹിക്കുന്നു, നമിക്കുന്നു. പക്ഷേ ആ പറയുന്ന ചാനലുകാരനെതിരെ ഒരു ചെറുവിരലനക്കാൻ ഈ പറയുന്ന അവനെന്താ കൊമ്പുണ്ടോ? അവനെ ഇവിടെ ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ അവനെ ഇവർ വിളിച്ചുകൊണ്ട് വന്നത്? അപ്പൊ ആ പ്രതിയോടൊപ്പം ചേർന്ന് നിന്നല്ലേ ആ ചാനലുകാരൻ. ഈ ചാനലുകാരെയും നമ്മളാരും കാണാത്തതല്ല, എല്ലാ പ്രാദേശിക ചാനലുകാരെയും സാറ്റലൈറ്റ് ചാനലിനെയും ഒക്കെ നമ്മൾ ഇതെല്ലാം കണ്ടിട്ടുള്ളതാ, എല്ലായിടത്തും നമുക്ക് അറിയാവുന്നതാ. അതുകൊണ്ട് പിടിക്കാനും നനഞ്ഞിടം കുഴിക്കാനും എളുപ്പമുള്ള യൂട്യൂബുകാരെയൊക്കെ പിടിച്ചോണ്ട് പോയത് അതിലുള്ള ധാർമ്മിക രോഷവുമല്ല. നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, PP ദിവ്യ അവിടെ വിളിച്ചുകൊണ്ടുവന്ന ചാനലുകാരനെ എന്തുകൊണ്ട് ഇതുവരെ ഒരു പ്രതിപട്ടികയിൽ പോലും ചേർക്കാത്ത പോലീസിന് നാണമില്ലേ? അവർ തന്ന ഈ പേപ്പറിന്മേൽ പോയി കണ്ട പാവം യൂട്യൂബുകാരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കണ്ട ഓൺലൈനുകാരെ അറസ്റ്റ് ചെയ്യാൻ. സാർ, അവർ ചിന്തിക്കേണ്ട, അല്ലയോ പോലീസ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ കേരള സമൂഹത്തിന് പറയാനുള്ളത്, അവർക്കുള്ള പോലൊരു മനസ്സ് ആ മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനൊരു കുടുംബമുണ്ടായിരുന്നു, ആ മനുഷ്യന് 2 കുട്ടികളുണ്ട്. ആ മനുഷ്യന്റെ കുടുംബത്തെ അനാഥമാക്കിയതിലും അതിന് കൂട്ടുനിന്ന ആ വീഡിയോ എടുക്കാൻ വന്നവനെ എന്തുകൊണ്ട് ഇതുവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല? അപ്പൊ നാണമില്ലേ ഈ കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് എന്നേ ചോദിക്കാനുള്ളൂ. ഏതായാലും ഈ ചോദ്യങ്ങൾ നാം ചോദിക്കുന്നതോടൊപ്പം ഈ കേസിൽ ഇപ്പോൾ ഒരു നിർണായകനിയായി നിൽക്കുന്ന ശ്രീമതി വീണാമണി, ഈ കേസിൽ നിർണായകമായ ഒരു പങ്ക്, ഇതിൽ പല കാര്യങ്ങളിലും ഈ ചിത്രത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വീണാമണി നമ്മോട് ചോദിക്കുന്ന ഒരു ശബ്ദശകലം കൂടെ നമ്മൾ ക്രൈം ഓൺലൈൻ നിങ്ങൾക്ക് കൂടെ സമർപ്പിക്കുന്നു. ആ ചോദ്യങ്ങൾ അവർ നമ്മോട് ഇങ്ങോട്ട് വിളിച്ചാണ് ഇന്നും സംസാരിച്ചത്. സാർ, ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നു, സാറിന് എന്തു തോന്നുന്നു? ഇത് ശരിയാണോ? അവർക്കത് പറയാമോ? അവരോടൊപ്പം വന്ന വീഡിയോഗ്രാഫറെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അപ്പോൾ ഈ കാണിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ, ചിറ്റമ്മ നയമല്ലേ? അപ്പോൾ നമ്മളുടെ അനുവാദത്തോടെ നമ്മൾ അവരുടെ അത് റെക്കോർഡ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞതിലെ ശബ്ദശകലം നിങ്ങൾക്ക് കൂടി നമ്മൾ സമർപ്പിക്കുന്നു. ഇതിൽ ഈ പറയുന്ന പോലെ
ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയും കേരള സമൂഹം ചോദിക്കുന്നതാണ്, ചോദിച്ചു പോകുന്നതാണ്. പി ദിവ്യയ്ക്ക് മനസ്സുണ്ട്, പി ദിവ്യയ്ക്ക് ഭർത്താവുണ്ട്, പി ദിവ്യയ്ക്ക് കുടുംബമുണ്ട്, പി ദിവ്യയെ ഒരു വലിയ പാർട്ടി ചുമക്കുന്നു. പക്ഷേ ആ മനുഷ്യൻ ADM ആയത് അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോറ്റേണ്ട ചുമതല അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹത്തിനെ മാനസികമായി പീഡിപ്പിച്ച് സിവിൽ ഡെത്ത് പോലൊരു നിയമമുണ്ടെന്നൊക്കെ ആരണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിച്ചിട്ട് ഒരിക്കലും ഇങ്ങനെയൊന്നും കാണിക്കരുത് മാഡം എന്ന് വളരെ ഭവ്യതയോടെ പറയുന്നു. നിങ്ങൾക്ക് മാത്രമല്ല മനസ്സ്, ആ മരണപ്പെട്ട മനുഷ്യന് മനസ്സുണ്ടായിരുന്നു, ആ മനുഷ്യന്റെ കുടുംബത്തിനൊരു ജീവിതമുണ്ടായിരുന്നു. അത് തകർത്തതിൽ പേൽ ഒന്നുമില്ല ഇതിൽ സംഭവിക്കാൻ എന്ന് കേരള സമൂഹം നിങ്ങളോട് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. നന്ദി, നമസ്കാരം. നമസ്കാരം മണി മാഡം. ഞാൻ വിളിച്ചത് ഇപ്പൊ പി ദിവ്യ പിന്നെ ഈ കണ്ട യൂട്യൂബുകാരൊക്കെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു. അവരെയൊക്കെ പോലീസ് വളരെ സ്പീഡിൽ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്തയൊക്കെ കേൾക്കുന്നു. അപ്പോ ഇത് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? അത് ആ കേസ് നിലനിൽക്കില്ല. കാരണം എന്താന്ന് വെച്ചാല് ആദ്യം ഈ ബഹുമാനപ്പെട്ട ADM സാറിന്റെ യാത്രയയപ്പിന് സാറിന്റെ പെർമിഷൻ ഇല്ലാതെ, അനുമതി ഇല്ലാതെയാണ് അവിടത്തേക്ക് ഒരു വീഡിയോഗ്രാഫർ അവിടെ വരികയും സാറിന്റെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുകയും അത് വൈറലാക്കിയിട്ട് മാറ്റുകയും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്ത് സാറിന്റെ പെർമിഷൻ ഇല്ലാതെ സാറിനെ കൊന്നു എന്നതാണ് ഒന്ന്. 2, അപകീർത്തിപ്പെടുത്തി. 3, അഭിമാനിച്ചതേൽപ്പിച്ചു. ആ കുഞ്ഞുങ്ങളെ അടക്കാണ് തന്റെ അച്ഛൻ കൈക്കൂലി വാങ്ങാത്ത ഇത് കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് തൂങ്ങി മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ദിവ്യേന്റെ ഈ അപമാനിച്ചതിനാണ് തൂങ്ങി മരിച്ചു എന്ന് പറയാൻ വേണ്ടി കരുതി കൂട്ടിയിട്ട് ഒരു ചാനലിന് ഒരു വീഡിയോ എടുത്ത് വന്നിട്ട് അത് യൂട്യൂബിലോ വൈറലാക്കിയിട്ട് മാറ്റി അദ്ദേഹത്തിനെ അപായപ്പെടുത്തി, അപകടപ്പെടുത്തി, അഭിമാനിപ്പിച്ചതേൽപ്പിച്ചു. ഇത് ഈ ചാനലിന് ആർക്കെതിരെ, ഈ ദിവ്യക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് ജയിലിൽ അടിച്ചോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ചാനൽ റിപ്പോർട്ടർ ഇപ്പൊ എവിടെയാ ഉള്ളത്? അയാൾക്കെതിരെ ജയിലിൽ പറഞ്ഞേച്ചോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതേ പോലീസുകാരോടാണ് ചോദിക്കുന്നത്. ഇവിടെ കേരളത്തിൽ എത്രയോ ആൾക്കാർക്ക് നീതി കിട്ടാത്ത എത്രയോ ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. അതിനൊക്കെ കേസ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു BNS അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരു FIR എടുത്തിട്ട് കേസ് എടുത്തിട്ടുണ്ടോ ഇവിടുത്തെ കേരള പോലീസ്? ഇവിടെ നല്ല പോലീസുകാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു പാവം മനുഷ്യനെ അപമാനിച്ചിട്ട് ആ ഡ്രൈവർക്കെതിരെ ഇപ്പൊ എന്ത് കേസാ എടുത്തത്? അല്ലെങ്കിൽ ആ ഡോക്ടർക്കെതിരെ എന്ത് കേസാ എടുത്തത്? അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്തോ? ഇതൊക്കെയാണ് എന്റെ സംശയങ്ങളെ. അപ്പൊ ഇത് ഈ ഒരു സത്യസന്ധത വിളിച്ചു പറഞ്ഞവർക്കെതിരെ കേസെടുക്കുമ്പോ അവിടെ നുണപരിശോധന എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ? ഈ ചാനൽ റിപ്പോർട്ടർ ഈ ദിവ്യനെയും ഒക്കെ നുണപരിശോധന ആദ്യം നടത്തിയിട്ട് സത്യസന്ധത അവരല്ലേ തെളിയിക്കുന്നത്? വീണാമണി മാഡം, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ചാനലുകാരനെ കുറിച്ച് പറഞ്ഞതാണ് നമ്മൾ വിഷയം തുടങ്ങിയത്. അപ്പൊ ഈ ചാനലുകാരനെ അവിടേക്ക് ആരും ക്ഷണിച്ചിട്ടില്ല. അവിടെ കളക്ടർ ഉണ്ടായിരുന്നു, ആ വകുപ്പ് മേധാവിയായി കളക്ടർ ഉണ്ടായിരുന്നു, റവന്യൂ വകുപ്പിലെ മറ്റ് സീനിയർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അപ്പോ ഈ വീഡിയോ പകർത്തി അവർക്കൊപ്പം കൂട്ടുനിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ഈ പറയുന്ന പ്രാദേശിക ചാനലുകാരനാണ് അയച്ചത്. അയാളും ഈ കേസിൽ പ്രതിയാണ്. എന്തുകൊണ്ട് ഈ ചാനലിനെ ഇതുവരെ ഇവർ പ്രതി ചേർത്ത് ആ ചാനലിന്റെ ഓഫീസിൽ ഇവർ പോയിരുന്നോ? വേറെ എന്തെങ്കിലും അപകീർത്തി ഉണ്ടോ? ഇതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ? ഞാൻ അതാണ് ചോദിച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി അറിയണം, ഈ ചാനലുകാർക്കെതിരെ എന്തെങ്കിലും കേസ് എടുത്തോ, അവരെ അകത്താക്കിയോ, ജയിലിനകത്താക്കിയോ, അല്ല അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ, അല്ല ദിവ്യ ഒളിവിൽ പോയ പോലെ ഇവര് ഒളിവിലാക്കിയോ? ഇതില് ചാനലിന് വലിയ നിർണായകമായ പങ്കുണ്ട്. കാര്യം അദ്ദേഹത്തിനെ ഇത്തരത്തിൽ സിവിൽ ഡെത്ത് പോലെ ആകത്തക്ക രീതിയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നൊരു കഥ ഉണ്ടാക്കുന്നത് പ്ലാനിങ്ങിൽ ഈ പി ദിവ്യ മുതലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുകയാണ്. ചീറ്റിംഗ് കേസ് മാത്രമല്ല, ദിവ്യക്കുള്ള എല്ലാ റോൾസിനും 3 റോൾസ് ഈ ക്യാമറമാൻ ഉണ്ട്. ആ പുറത്ത് വീഡിയോ അപകീർത്തിപ്പെടുത്തി, അഭിമാനിച്ചു, ചെതേൽപ്പിച്ചു, അപകടപ്പെടുത്തി, ഇത് 4 അദ്ദേഹത്തിനെതിരെ BNS ഇടാൻ പറ്റും. അപ്പൊ അത് ഈ ചാനലുകാരനെതിരെ അതുണ്ട്. ഈ വന്ന പ്രാദേശിക ചാനലിനെതിരെ ആ കേസുണ്ട്. അല്ല, ഉണ്ടായപ്പോഴല്ല അവര് ജയിലിൽ പോയോ? അല്ലാതെ ഞാൻ ചോദിച്ചത്. പ്രതി പോലും ചേർത്തിട്ടില്ല. അവർ ഈ ചിത്രത്തിലേ ഇല്ല. ഈ കേസിൽ ചിത്രത്തിലേ അവനില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു ഭാഗത്ത് എനിക്ക് രാഷ്ട്രീയം ഉണ്ട്, അതുകൊണ്ട് ഞാൻ എന്തും കളിക്കാം, ആരും എനിക്ക് കൂസാക്കാതെയാക്കാം. അന്ന് ദിവ്യ പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു ഫയൽ എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതമാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പൊ എല്ലാ മനുഷ്യന്റെ ജീവിതം തന്നെ 2 പിഞ്ചു മക്കളെ അനാഥയാക്കിയിട്ട്, ആരോരുമില്ലാത്തവരാക്കിയിട്ട് സമൂഹത്തിന്റെ മുന്നിൽ അപകീർത്തിപ്പെടുത്തി, അപകടപ്പെടുത്തി, അഭിമാനത്തെ ചെതേൽപ്പിച്ചു, ഇല്ലാത്ത വചനങ്ങൾ പറഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ ചാനലുകാർക്കെതിരെയും ഈ ദിവ്യക്കെതിരെയും എടുത്ത കേസുകൾക്ക്
എന്ത് ബലാണ് ഇവിടെ ഇവര് കൊടുത്തിരിക്കുന്നത്? ഏതായാലും പോലീസിന്റെ ഈ ചിറ്റമ്മ നയം, പോലീസിൽ നിങ്ങൾ പറഞ്ഞതുപോലെ പോലീസിൽ ഒരു പേപ്പർ കൊടുത്തതേ ഉള്ളൂ, അതിനിടയ്ക്ക് അവരെ അറസ്റ്റ് ചെയ്തു. അതേ പോലീസിന് അവിടെ അതേ ചെയ്യാൻ പറ്റും. കാരണം മേലെ നിന്നുള്ള ഉത്തരവ് അവര് പാലിക്കണമില്ല. അവരെ തൊപ്പി തെറിപ്പിക്കും, അല്ലെങ്കിൽ അവരെ അവിടുന്ന് മാറ്റും, അതല്ലേ ചെയ്യാം. ഇപ്പം ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടിയിട്ട് എന്ത് കള്ളക്കേസ് കൊണ്ട് കോടതിയിൽ ഹാജരാക്കുന്നു, ജയിലിലടക്കുന്നു, എല്ലാവചനങ്ങൾ തരുന്നു, ഒന്നുകിൽ ട്രെയിൻ പാളത്തിൽ കൊല്ലുന്നു. ഇതിങ്ങനെ പല രീതിയിലല്ലേ സത്യം വിളിച്ചു പറയുമ്പോ ഉണ്ടാകുന്ന അപകടങ്ങൾ. അത് പേടിച്ചിട്ടില്ല. ഈ കേരള ജനതയാണ് ഒന്നടങ്കോ രംഗത്ത് വരേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം കേരള ജനത ഈ നവീൻ സാറിന്റെ കാര്യത്തിൽ മുന്നോട്ട് വന്നാല് ഇനിയുടെ ഒരു അപകടങ്ങൾ 90% ഒഴിവാക്കാൻ പറ്റും. സത്യം വിളിച്ചു പറയുന്നതാണ് മൊത്തം ജനങ്ങൾക്ക് നല്ലത്. കാരണം ഇതിന് കണ്ണും വീഴ്ച പേടിച്ച് നിന്ന് മാറി നിൽക്കുമ്പോൾ ട്രെയിൻ പാളത്തിൽ ചിലപ്പോൾ ഉണ്ടാവും ആരെങ്കിലും, എന്നിട്ട് പറയാതെ ട്രെയിനിന് തട്ടിയിട്ടാണ്, അതല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും, എന്നിട്ട് പറയാതെ അവരറിയില്ല. എന്തൊക്കെ കേരളം ഇപ്പൊ എന്താണ് ചില ചാനലുകാർ പറയും, പിന്നെ ഉത്തരേന്ത്യ കണ്ട് പഠിക്കുക, അങ്ങനെയൊക്കെ ഈ CPM-ന്റെ ആൾക്കാർ പറയുന്നത്. കേരളം എത്ര നന്നായിട്ടുണ്ടെന്ന് ആദ്യം സ്വയം പരിശോധിക്കുക, എന്നിട്ടല്ലേ നല്ലത്.